ഹലോ ഗായ്സ്, നമുക്ക് ഇന്ന് ഇന്ത്യയുടെ ഒരു അറ്റം തേടി പോയാലോ? നമ്മുടെ വിശാലമായ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു അറ്റം ഉണ്ടാവണമല്ലോ. ഒന്നല്ല, ഒരുപാട് അറ്റമുണ്ട്. എന്നാലും അങ്ങനെ ഒരു അറ്റം കണ്ടുപിടിക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. ഇത് തമിഴ്നാട്ടിലുള്ള രാമേശ്വരം ഡിസ്ട്രിക്റ്റിലെ അരിച്ചാൽ മുനയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ധനുഷ്കോടി വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ പാമ്പൻ പാലം, രാമേശ്വരം ഒക്കെ കണ്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ധനുഷ്കോടി കാണാനാണ്. നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെയും രാമേശ്വരത്തിൻ്റെയും ഒന്നും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും അത് പോയി ഡെഫിനറ്റായിട്ടും കാണണം. അങ്ങനെ നമ്മൾ പോകുന്ന ധനുഷ്കോടിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് കേട്ടോ. ഹിസ്റ്റോറിക്കലായിട്ടാണെങ്കിലും വിശ്വാസപരമായിട്ടാണെങ്കിലും ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി. നമ്മുടെ ലാസ്റ്റ് റോഡ് ഓഫ് ഇന്ത്യ എന്നാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത്. അതായത് ഒരു ലാസ്റ്റ് റോഡ് ചെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ്, അതിൽ കൂടെ യാത്ര ചെയ്യാനും രസമാണ്, കാണാനും രസമാണ്. രണ്ട് സൈഡിലും കടലും നടുക്കിലൊരു റോഡും. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് മാപ്പിലിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിൽ കടലെന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ട് സൈഡിൽ കടൽ, നടുവിൽ ഒരു റോഡ്. കാണാൻ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയും ഭംഗിയെല്ലാം ഒരു ദിവസം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഇതൊന്നുമില്ല എന്നറിയുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമേ, അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരില്ലേ എന്നല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അങ്ങനൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു 1964. അന്ന് രാത്രി കിടന്നുറങ്ങി പിന്നീട് എണീറ്റപ്പോൾ ഇവിടെ ആകെ മൊത്തം നശിച്ചു പോയിരുന്നു കേട്ടോ. വലിയൊരു സൈക്ലോണാണ് ഇവിടെ വന്നത്. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും, റെയിൽവേ സ്റ്റേഷൻ, പള്ളികൾ, വീടുകൾ എല്ലാം നശിച്ചു പോയി. ഏകദേശം 1800 പര ആളുകളാണ് അന്ന് ഇവിടെ മരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രേത നഗരം എന്ന് കൂടിയാണ് കേട്ടോ പറയണത്. ഇന്ത്യയുടെ ഒരു പ്രേത നഗരമായിട്ടാണ് ധനുഷ്കോടിനെ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ആലോചിക്കുമ്പോൾ ഒരു ദുഃഖം ഉള്ള ഒരു സിറ്റുവേഷനും ഉണ്ട്. പിന്നെ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് വലിയൊരു തുറമുഖം ഉണ്ടായിരുന്നു ധനുഷ്കോടിയിൽ. ഇവിടുന്ന് ഒരുപാട് കപ്പൽ ചരക്കുകൾ ശ്രീലങ്കയിലേക്ക് വന്നും പോയിക്കൊണ്ടിരുന്ന വലിയൊരു തുറമുഖം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇതിവിടെ. ഇന്നിപ്പോൾ ഒന്നുമില്ല ഇവിടെ. വിശ്വാസപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാമൻ സീതയെ ശ്രീലങ്കയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പാലം നിർമ്മിച്ചത് ഇതുവഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് ഏകദേശം 18 തൊട്ട് 24 കിലോമീറ്റർ വരെ ദൂരമേ ഉള്ളൂ. അത്ര അടുത്താണ്. നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്ക കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം പോയിട്ട് എന്തൊക്കെയാണ് നമുക്ക് അവിടെ കാണാനുള്ളതെന്നൊക്കെ. എന്തായാലും ഒരു ബീച്ച് വൈബ് ഉണ്ട്. അതന്നെ ഒരു എന്താ പറയുക, അടിപൊളി ഒരു ഫീലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഡ്രൈവിങ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചുറ്റും രണ്ട് സൈഡിലും കടൽ, ഒരു ഡ്രൈവ്, അത് ആരും ആഗ്രഹിക്കാത്തതല്ലേ. നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബീച്ച് വിസിബിൾ ആവില്ല. രണ്ട് സൈഡിലും ചെറിയ പൊന്തക്കാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ദുബായ് ഡെസേർട്ടഡ് ഫീലുണ്ട്. രണ്ട് സൈഡിലും മണലും, പിന്നെ നമുക്ക് കുറച്ചൊക്കെ ബീച്ച് വിസിബിളായിട്ട് തുടങ്ങും. രണ്ട് സൈഡിലും പണ്ട് തകർന്നു പോയ കുറേ വീടുകൾ, പള്ളികൾ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ബ്ലൂയിഷ് ബീച്ചും സ്കൈയും നല്ല വൈറ്റ് സാൻഡും, നല്ലൊരു അടിപൊളി ഫീലാണ്. ശരിക്കും ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനുഷ്കോടിയാണ്, ഇന്ത്യ ആണെന്നൊന്നും ആരും പറയില്ല. നമ്മൾ ദുബായിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന മാതിരത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ആക്ച്വലി എല്ലാവരും ധനുഷ്കോടി എന്ന് പറയെങ്കിലും ആ എൻഡ് ആക്ച്വലി ഒരു പേരുണ്ട് എൻഡിന്. അതാണ് അരിച്ചാൽ മുനയിലാണ് ആ ഒരു എൻഡ്. അപ്പോൾ നമുക്ക് അവിടം വരെ ഡ്രൈവ് ചെയ്ത് അവിടെ ഒരു റൗണ്ട് അബൌട്ട് പോലെ ഒരു അശോക സ്തംഭമുണ്ട്. അതിനെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. പിന്നെ അവിടെ രണ്ട് സൈഡിലും കടലുണ്ട്. നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങാം. അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, നമുക്ക് കാണാം. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ. രണ്ട് സൈഡിലും കടലാണെന്ന് പറഞ്ഞില്ല, ആക്ച്വലി 3 സൈഡിലും കടലാണ്. ഒരു റോഡ് ഇങ്ങനെ പോകുന്നു, അതിന് ചുറ്റും കടലാണ് കേട്ടോ. ഇവിടെ രണ്ട് മഹാസമുദ്രങ്ങൾ ഒന്നിക്കുന്ന സ്ഥലമാണ്. ഒരു സൈഡിൽ ഇന്ത്യൻ മഹാസമുദ്രം, മറ്റേ സൈഡിൽ ബംഗാൾ ഉൾക്കടൽ. അങ്ങനെ രണ്ട് കടലുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വളരെ പരിപാവനമായിട്ട് ഹിന്ദുക്കൾ കാണുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒത്തിരി ഹിസ്റ്റോറിക്കൽ എന്താ പറയുക, രാമായണത്തിലുള്ള ഒരുപാട് ഇവൻറ്റ്സ് നടന്ന സ്ഥലമാണ്. പോകുന്ന വഴി തന്നെ ഒത്തിരി അമ്പലങ്ങളും കാര്യങ്ങളും ഉണ്ട്. രാമൻ മറ്റ് വാനരപ്പടയോട്
നമ്മുടെ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി ഡിസ്കസ് ചെയ്ത സ്ഥലം, നമ്മളെ ഹനുമാൻ പാദങ്ങൾ സ്പർശിച്ച് ഒരു ഫോഴ്സ് കൊടുത്ത് പറന്ന് ലങ്കയിലേക്ക് പോകാൻ ചവിട്ടിയ സ്ഥലം, അങ്ങനെ ഓരോന്നും സവിശേഷപ്പെട്ട സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്ന് സീതയ്ക്ക് ദാഹിച്ചപ്പോൾ അവർ കിണർ കുത്തി വെള്ളം കുടിച്ചു എന്നാണ് പറഞ്ഞത്. ചുറ്റും ഡെസേർട്ടാണ്, പക്ഷെ അവിടെ കുത്തിയ കിണറ്റിൽ ഒട്ടും ഉപ്പ് രസമല്ലാത്ത വെള്ളമുണ്ട്. അങ്ങനെ ഒത്തിരി എനിക്ക് ഇനിയും അറിയാത്ത ഒത്തിരി സവിശേഷതകളുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലെഫ്റ്റ് സൈഡിൽ കടലിലോട്ട് നീണ്ടൊരു പാലത്തിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്. അതും ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് പരമായിട്ടുള്ള ഒരു അമ്പലമാണ്. അത് അവിടെ പോവാം, നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. രണ്ട് സൈഡിലും കോദണ്ഡരാമർ ക്ഷേത്രമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ധനുഷ്കോടി പോകുന്നുണ്ടെങ്കിൽ കാണാം. കുറച്ച് നമ്മളിങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ ട്രാഫിക് ആവും കേട്ടോ, കാരണം റോഡ് ചെറുതും പിന്നെ രണ്ട് സൈഡിലും ആളുകൾ നിർത്തുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് പതുക്കെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ രണ്ട് സൈഡിലും ചെറുതായിട്ട് കടകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങും. അവിടെ നമുക്ക് പല ടൈപ്പിലുള്ള ഫിഷ് ഫ്രൈസ് തരും കേട്ടോ അവർ, ഫിഷ് ഫ്രൈസ്, പിന്നെ അങ്ങനെ ചെറിയ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ കാണുന്നതാണ് വാച്ച് ടവർ. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വ്യൂ, വാച്ച് ടവറിൽ കയറി കഴിഞ്ഞാൽ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് നമ്മൾ അറ്റം തേടി പോവുകയാണ്. നമുക്ക് ഇനി അവിടെ അരിച്ചാൽ മുനയിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ നോക്കാം. അരിച്ചാൽ മുനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ധനുഷ്കോടിയുടെ പേരിന് പിന്നിലുള്ള ഐതിഹ്യങ്ങൾ പറയാം. ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. രാമൻ സേതുബന്ധനം തീർത്തത് ഇവിടെ നിന്നാണെന്നാണ് രാമായണത്തിൽ സൂചിപ്പിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നമ്മുടെ ഇതിഹാസ ഗ്രന്ഥങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഹിന്ദു പുരാണ പ്രകാരം സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് തൻ്റെ ധനുസ്സുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെക്കേ അറ്റമായിരുന്നു എന്നാണ് പൊതുവിലെ ഉള്ള ഐതിഹ്യം. യുദ്ധാനന്തരം യുദ്ധം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ രാവണൻ്റെ സഹോദരനും രാമഭക്തനുമായിട്ടുള്ള, നമുക്കറിയാലോ എന്താ പറയുക, രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ രാമഭക്തനായിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഭാരത തീരത്തെ ലങ്കയുമായി ബന്ധിപ്പിക്കുന്ന സേതുവിൻ്റെ ഒരറ്റം, അതായത് ശ്രീരാമൻ ഉണ്ടാക്കിയ ആ സേതു പാലം ഉണ്ടല്ലോ, ആ പാലത്തിൻ്റെ ഒരറ്റം ശ്രീരാമൻ തൻ്റെ ധനുസ്സുകൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് വിഭീഷണൻ്റെ അഭ്യർത്ഥന പ്രകാരം. അതായത് ലങ്കയിൽ നിന്നും രാക്ഷസന്മാർ തിരികെ ഭാരതത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. കോടി എന്ന് പറയുമ്പോൾ അങ്ങനെ ധനുസ്സുകൊണ്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു പാലമുള്ള സ്ഥലം, അല്ലെങ്കിൽ ധനുസ്സുകൊണ്ട് രേഖപ്പെടുത്തിയ ഒരു സ്ഥലം എന്നൊക്കെയുള്ള ഒരു മീനിങ്ങാണ് കേട്ടോ അതിന് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഓഷൻസ് സംഗമിക്കുന്ന സ്ഥലമാണ് ഇത്, ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും. അപ്പോൾ പൗരാണിക കാലത്ത് മഹോദധി എന്നാണ് ബംഗാൾ ഉൾക്കടൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രത്നാകരം എന്നറിയപ്പെട്ടിരുന്നത് ഹിന്ദു മഹാസമുദ്രം, അതായത് ഇന്ത്യൻ ഓഷൻ. ഈ രണ്ട് കടലും സംഗമിക്കുന്ന രാമസേതുവിലെ ഈ പുണ്യസ്ഥാനം രാമേശ്വര തീർത്ഥാടനത്തിൻ്റെ ഒരു മുഖ്യ ഭാഗമാണ് കേട്ടോ. ഇവിടെ സ്നാനം ചെയ്യുന്നതിനെയാണ് സേതു സ്നാനം എന്ന് പറയുന്നത്. ശ്രീരാമൻ നിർമ്മിച്ച രാമസേതുവിൻ്റെ അവശിഷ്ടമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഏകദേശം ഒരു 18 കിലോമീറ്റർ നീളത്തിൽ ശ്രീലങ്കയുടെ അടുത്ത് വരെ എത്തുന്ന, ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയോളം എത്തുന്ന പാറക്കെട്ടുകളുടെ ഒരു കൂട്ടം നിരകൾ ധനുഷ്കോടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയൽ വ്യൂവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അതാണ് നമ്മൾ ശ്രീരാമൻ നിർമ്മിച്ച ഒരു ബ്രിഡ്ജായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഭാരതത്തിലെ നമ്മൾ ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസപ്രകാരം കാശിയിൽ നമ്മളെല്ലാവരും പോകുമല്ലോ. അപ്പോൾ കാശി തീർത്ഥാടനം പൂർത്തിയാവണമെങ്കിൽ രാമേശ്വരം ക്ഷേത്രദർശനം കൂടി നടത്തണം, കൂടാതെ ഈ സേതു സ്നാനം കൂടി പൂർത്തിയാക്കണം എന്നാണ് കേട്ടോ പറയുക. അപ്പോഴാണ് അത്രേ കാശി പോയ ആ ഒരു തീർത്ഥാടനം കംപ്ലീറ്റ് ആവുന്നതെന്നാണ് വിശ്വാസം. സംസ്കൃതത്തിൽ സേതു എന്ന വാക്കിനർത്ഥം പാത, പാലം, മാർഗം മുതലായവയാണ് നമുക്കറിയാലോ. അതുകൊണ്ടാണല്ലോ സേതുബന്ധനം എന്ന് പറയുന്നത്. ആധുനിക കാലത്ത് സേതു എന്ന വാക്ക് കൂടുതലായിട്ടും ലങ്കയിലെത്താൻ ശ്രീരാമൻ നിർമ്മിച്ച പാലം എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സേതുബന്ധനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതാണല്ലോ ഒബ്വിയസ്ലി ആ പാലമായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ കഥ പറഞ്ഞ് നമ്മളിതേ
അരിച്ചാൽ മുനമ്പിൽ എത്തിയിട്ടോ. നടുവിൽ നിങ്ങൾ കണ്ടോ ഒരു അശോക സ്തംഭത്തിൻ്റെ ഒരു ഇത്, അവിടെ നിന്ന് നമുക്കിങ്ങനെ യു ടേൺ എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് അരിച്ചാൽ മുനമ്പിലെത്തി. നമ്മൾ ഇന്ത്യയുടെ ഒരറ്റത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളതെന്ന് നോക്കാം. നിറയെ ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ പല ടൈപ്പിൽ പോസ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് അറ്റത്ത് വന്നിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ കടലുകൾ സംഗമിക്കുന്നത്, എവിടെയാണ് ബേ ഓഫ് ബംഗാൾ, എവിടെയാണ് ഇന്ത്യൻ ഓഷൻ എന്നൊക്കെ നോക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എല്ലാ സൈഡിലും കടലായതുകൊണ്ട് തന്നെ നമുക്കൊരു സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി ആ അറ്റം വരെയൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ നിന്നിങ്ങനെ എല്ലാവരും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളും സൺസെറ്റൊക്കെ കണ്ട് കാമായി നിന്ന് എല്ലാം വിശദമായിട്ട് ഇങ്ങനെ ആ ഒരു ബ്യൂട്ടി നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പോപ്കോൺ അതുപോലത്തെ സ്നാക്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണെന്നാണ്. പിന്നെയാണ് മനസ്സിലായ അവിടുന്ന് നമുക്ക് ഈ ടെലസ്കോപ്പ് വഴി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ കാണാൻ പറ്റും കേട്ടോ. ശ്രീലങ്കയുടെ തുറമുഖത്തിൻ്റെ ഒരു എൻട്രി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം മോദിജി നമ്മുടെ അയോധ്യ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ടെലസ്കോപ്പ് കൂടെ പോകുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാനും ഇതിൽ കൂടെ നോക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ അതിൽ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ചെറിയ ബ്രിഡ്ജും അവിടുത്തെ ആ ഒരു തുറമുഖത്തിൻ്റെ എൻട്രൻസ് ആ തുടക്കമൊക്കെ കാണാം കേട്ടോ. അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തൊക്കെയാണ് നമ്മൾ കാണുന്നതെന്ന്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഇംഗ്ലീഷ് ഏത് വേണമെങ്കിലും അവർ കംഫർട്ടബിളാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്കിതുപോലെയുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ പോയി നിന്നിട്ടുള്ള ഒരു ബീച്ച് വൈബും ഉണ്ട്, മണലിൽ കൂടെ പോയിട്ടുള്ള ഒരു ബീച്ച് വൈബും ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഇതുപോലെ ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളും വിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി ആ ഒരു മണലിൽ കൂടെയുള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്ന് നീങ്ങാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള സാധനങ്ങൾ ഞാനും കണ്ടു. കടലത്തെ ചിപ്പി കൊണ്ടും മുത്തുകൊണ്ടും പല ടൈപ്പിലുള്ള കളറുള്ള സ്റ്റോൺസ്, അങ്ങനത്തെ കുറേ മാലകൾ, ശംഖ്, ഇത് കണ്ടോ. ഇതുപോലത്തെയൊക്കെ നിറയെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സൊവനിയേഴ്സൊക്കെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ ഇത് നോക്കി. നമ്മളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മളിതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പതുക്കെ ഇങ്ങനെ ആ കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഈ കടലൊക്കെ ഒന്ന് പാദസ്പർശം ഏൽക്കുന്ന തന്നെ പുണ്യമാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. കുറേ പേര് ഒരു ടൂർ വൈബിലും കുറേ പേര് അതൊരു വിശ്വാസപരമായിട്ട് ഒരു പുണ്യ തീർത്ഥാടനമായിട്ട് കണ്ടുവരുന്നവരുണ്ട് കേട്ടോ. ഞാൻ കുറേ പേരിങ്ങനെ നിന്ന് ശ്രീലങ്ക ഭാഗത്തേക്കൊക്കെ നോക്കി സൂര്യനെയൊക്കെ നോക്കി പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടു. ചിലരൊക്കെ മണ്ണിനൊക്കെ തൊട്ട് തൊഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കൂടെ നടന്ന് കടലിൻ്റെ അറ്റം വരെ പോയി നോക്കാം കേട്ടോ. കടലിലോട്ട് നമുക്കൊരു ഇറങ്ങി ചെല്ലുന്ന ഒരു ഫീലാണുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് കൂടെ ഇറങ്ങിപ്പോയി നോക്കാം. കയറ് കെട്ടി വേർതിരിച്ചത് കണ്ടോ. അതിനപ്പുറം ആരും ഞങ്ങൾ വന്ന ടൈമിൽ പോയിരുന്നില്ല കേട്ടോ. അവിടെ ഒരു കൺട്രോളിങ് ഓഫീസർ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഏകദേശം ഒരു 5 മണി, എനിക്ക് തോന്നുന്നു 6 മണി അല്ലെങ്കിൽ 5:30, അത് കഴിഞ്ഞപ്പോൾ ആ പോലീസ് ഓഫീസർ, കൺട്രോളിങ് ഓഫീസർ അവിടുന്ന് പോയി. അപ്പോൾ എല്ലാവരും അത് ക്രോസ് ചെയ്ത് പോകാൻ തുടങ്ങി കേട്ടോ. അത് ക്രോസ് ചെയ്ത് പോകുന്നത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമുക്ക് ചുറ്റോറും ഫുള്ളും മണൽത്തിട്ടകൾ മാത്രമുള്ള പോലെ തോന്നും. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ നല്ലൊരു കിടിലൻ റൊമാൻറ്റിക് സോങ്ങിനൊക്കെ പറ്റുന്ന പോലെ കേട്ടോ. ചുറ്റും മണൽത്തിട്ടകൾ മാത്രം. പിന്നെ ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് ഒരു കടൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മരുഭൂമിയിലെ കടൽ പോലെ അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. ഒരു സോൾട്ടി കൈൻഡ് ഓഫ് ഫീല്, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണലും വളരെ സോഫ്റ്റാണ് കേട്ടോ. അത്രയും പൊല്യൂഷനൊന്നുമില്ല, ഒരു വേസ്റ്റുകളും ഞാൻ അവിടെ കണ്ടില്ല. അതന്നെ ഒരു നല്ല ഇതായിട്ട് തോന്നി. നല്ല പരിപാവനമായിട്ടാണ് തന്നെ എല്ലാവരും അതിനെ സൂക്ഷിക്കുന്നത്. പിന്നെ ഇതേ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈഡ്സ് വന്ന് ചെറിയ ചെറിയ റിവർ സൈഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനെങ്ങനെ ക്രോസ് ചെയ്ത് നടക്കാം. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനും ഇത് സേഫാണ്, ടൈഡൊന്നുമില്ല. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്.
അപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി പുഷ്പ 2 കണ്ടവർക്കറിയാം. പുഷ്പ 2 രാമേശ്വരമൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീന് ലോഗൊക്കെ ശ്രീലങ്കയിലേക്ക് കടത്തുന്നത് രാമേശ്വരത്തു നിന്നാണ്, ഇവിടെ നിന്നാണ്. ഇവിടെ ഒരു ധനുഷ്കോടിയിലല്ല, രാമേശ്വരത്ത് ഉള്ള ഒരു തുറമുഖത്തു നിന്നാണ് അവർ പോകുന്നത്. അതിലവർ പറയുന്നുണ്ട് അവിടുത്തെ അവർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിൽ ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ ശ്രീലങ്കയിലേക്ക് എന്ന് പറഞ്ഞ് അവരവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അത് അത്രയും അടുത്താണ് ഇവിടുന്ന് ശ്രീലങ്ക. നമ്മൾ ആ ടെലിസ്കോപ്പിൽ കൂടെ നോക്കിയാൽ തന്നെ തലൈമന്നാർ കാണാൻ പറ്റും. തലൈമന്നാറാണ് ശ്രീലങ്കയുടെ ഒരു പോയിൻ്റ് വരുന്നത്. അത് നമുക്കിങ്ങനെ ടെലിസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഫീലാട്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച്, നല്ല അടിപൊളി സൺസെറ്റ്, ഒത്തിരി ആളുകളെ കാണാൻ പറ്റി, ഒത്തിരി ഫാമിലി, മദർ ചൈൽഡ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, ഫാമിലി, ഇല്ലെങ്കിൽ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് റിലേഷനിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും എൻജോയ് ചെയ്യാണ്. ചിലർ കുറച്ചും കൂടിയും ഇത് കണ്ടോ, ഇവരൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭൂമി തൊട്ട് തൊഴുന്നുണ്ട്. അതിൽ പരിപാവനമായ വെള്ളം പോലെ കണ്ട് അതിനെ ശേഖരിച്ച് കൊണ്ടുപോകുന്നവരുണ്ട് കേട്ടോ. ഇവൻ മണൽ വരെ ശേഖരിച്ച് ഒരു പിടി കൊണ്ടുപോകുന്നവരെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ ബോട്ട് ഇങ്ങനെ പോയത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബോട്ടുകളും പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ഫിഷിംഗ് ബോട്ട്സൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് അനുഭവിക്കേണ്ട ഒരു അനുഭൂതിയാണ് കേട്ടോ. എനിക്കത് എത്രത്തോളം പറഞ്ഞ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് തരാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു വട്ടെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ഒരു എന്താ പറയുക, തീർത്ഥാടനമായിട്ട് മാത്രം കരുതണ്ട. ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിലും നമുക്കൊരു സൂത്തിങ് എക്സ്പീരിയൻസ് തരുന്ന, നമ്മൾ കണ്ടിരിക്കേണ്ട ഇന്ത്യയിലെ വണ്ടർഫുൾ പ്ലേസസിൽ ഒന്നാണ് ധനുഷ്കോടി എന്ന് തന്നെ പറയാം. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസും എന്നിൽ ഒത്തിരി മാറ്റങ്ങളും എൻ്റെ മാനസികമായിട്ടും മെൻ്റലി ഫിസിക്കലി എന്നെ റെജുവിനേറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസാണ് എനിക്കത് ഇവിടെ നിന്ന് കിട്ടിയത്. അതെല്ലാവർക്കും ലഭിക്കണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഒരിക്കലെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു പോവുക. ഭൂമി എത്രത്തോളം വിശാലമാണ്, എത്രത്തോളം മനോഹരമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വരണം. നമുക്ക് നമ്മുടെ നേച്ചറിന് നമ്മളെ കാം ചെയ്യാൻ പറ്റുന്ന പോലെ, നമ്മളെ ആണിയടിച്ച് ഉറപ്പിച്ച് നിർത്താൻ പറ്റുന്ന പോലെ, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന പോലെ ഈ ഭൂമിയിൽ ആർക്കും ഒന്നിനും സാധിക്കില്ല. അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കേട്ടോ. ഏതൊരു മനുഷ്യരും നമ്മൾ എത്രത്തോളം നെഗറ്റീവായിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും, നമ്മളെ തളർത്താൻ നോക്കിയാലും, നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചാലും, ഒരു പ്രകൃതി തരുന്ന ആ ഒരു ശക്തി അത് എല്ലാത്തിനും, ഈ ഭൂമിയിലെ എല്ലാത്തിനും അതീതമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പ്രകൃതി തന്നെയാണ് ഈശ്വരൻ. അതുപോലെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇരുട്ടായി നല്ലോണം ഇരുന്ന് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ഓൾമോസ്റ്റ് എല്ലാവരും പാക്ക് ചെയ്ത് തുടങ്ങി തിരിച്ചു പോകാനായിട്ട്. അങ്ങനെ ഒരു കാമിങ് എക്സ്പീരിയൻസായി നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ധനുഷ്കോടി വിസിറ്റ് ചെയ്യാൻ വന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇതുപോലെയുള്ള ഒത്തിരി വിശേഷങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാം. പ്ലീസ് ഡു സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്. Stay tuned for another videos. Thank you. സ്വർഗ്ഗം താനിറങ്ങി വന്നതാ അവരൊക്കെ ശ്രീരാമനൊക്കെ ഇതിൽ കൂടെ വരുമ്പോഴേ ഒരു സെപ്പറേറ്റ് കാണാമല്ലോ. ഇവിടെ മരമൊന്നും ഇല്ലല്ലോ. ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആലോചിച്ചോക്ക്. പരിവാരങ്ങളൊക്കെ ആയിട്ട് കുറേ പേരായിട്ട് യുദ്ധം ചെയ്യാൻ അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ അടിയറവ് പറയണമെങ്കിൽ പറയാലേ, കോംപ്രമൈസ് ആക്കണമെങ്കിൽ കോംപ്രമൈസ് ആക്കാം.